രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സർക്കാരിനെതിരെ കനത്ത ഭിന്നിപ്പ് പ്രകടമായിരുന്നു. ചിലപ്പോഴെല്ലാം പ്രത്യക്ഷമായും ചിലപ്പോഴെല്ലാം പരോക്ഷമായും അത് പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രധാന ഘടകകക്ഷിയായ CPI പിണറായി സർക്കാരിനെതിരെ റിപ്പോർട്ടുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPI ജില്ലാ സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ CPMനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയർന്നു വന്നത് കാണാം. തുടക്കം മുതൽ തന്നെ എല്ലാ ജില്ലകളിലും CPI മന്ത്രിമാർക്കെതിരെ തുടരുന്ന അവഗണനകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇനി CPMന്റെ അവഗണന സഹിച്ചു നിൽക്കാതെ CPI ഇടതുമുന്നണി വിടണമെന്നാണ് സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം. തിരുവനന്തപുരത്തെ CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതു ചർച്ചയിലാണ് പാർട്ടി ഇടതുമുന്നണി വിടണമെന്ന ആവശ്യമുയർന്നത്. CPIയെ എല്ലാ രംഗത്തും താഴ്ത്തിക്കെട്ടാനാണ് CPMന്റെ ശ്രമമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിനിധികൾ പാർട്ടി മുന്നണി വിടണമെന്ന ആവശ്യമുന്നയിച്ചത്. വലിയ പാർട്ടി അവരാണ് എന്ന തരത്തിലാണ് CPMന്റെ പ്രവർത്തനം. CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളോട് തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നത്. അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാൻ കൂട്ടാക്കാത്ത ധനവകുപ്പും CPM ഭരിക്കുന്ന സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന് ഇഷ്ടം പോലെ സഹായം ലഭ്യമാക്കുന്നു എന്നതും പ്രതിനിധികൾ വിമർശിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു. സർക്കാർ കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളും ഇടതുപക്ഷ സർക്കാരിന് ചേർന്ന രീതിയിലുള്ളതല്ല. ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൽ CPMന് ഇരട്ടത്താപ്പാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരായ നിലപാടുകളിൽ CPMന് ഒട്ടും ആത്മാർത്ഥതയില്ല എന്നും നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് പതിവാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. CPM ഭരിക്കുന്ന വകുപ്പുകളിൽ എല്ലാം വൻതോതിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നും ചർച്ചയിൽ ആക്ഷേപമുയർന്നു. CPI മന്ത്രിമാർക്കെതിരെയും ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ രൂക്ഷ വിമർശനം നടന്നു. തലസ്ഥാന ജില്ലയിലെ CPIയെ അക്ഷരാർത്ഥത്തിൽ കൈപ്പിടിയിലൊതുക്കിയ മന്ത്രി GR അനിലാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഭരിക്കുന്ന GR അനിലിനെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിനിധികൾ വിമർശിച്ചത്. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ മന്ത്രി തികഞ്ഞ പരാജയമാണ്. മാവേലി സ്റ്റോറുകളുടെ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന 13 ഇനം അവശ്യ സാധനങ്ങൾ വില കൂടില്ല എന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ മന്ത്രിയുടെ വകുപ്പ് വാഗ്ദാനം പാലിച്ചില്ല. വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ ഇടപെടുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴ്വാക്കായി. കേര വെളിച്ചെണ്ണയേക്കാൾ കുറഞ്ഞ വിലയിൽ പൊതുവിപണിയിൽ വെളിച്ചെണ്ണ കിട്ടാനുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പരിഹസിച്ചു. മന്ത്രി P പ്രസാദ് ഭരിക്കുന്ന കൃഷിവകുപ്പിന് എതിരെയും ചർച്ചയിൽ വിമർശനമുയർന്നു. പൊതുവിപണിയേക്കാൾ വില കുറച്ച് പച്ചക്കറികൾ വിൽക്കുന്നതിനായി രൂപീകരിച്ച ഹോർട്ടികോർപ്പ് നോക്കുകുത്തിയായി മാറിയെന്നായിരുന്നു കൃഷിവകുപ്പിനെതിരെ ഉയർന്ന വിമർശനം. ഹോർട്ടികോർപ്പിലെ പച്ചക്കറികൾക്ക് പൊതുവിപണിയേക്കാൾ വിലയാണ്. പിന്നെ എങ്ങനെ സ്ഥാപനം രക്ഷപ്പെടുമെന്നായിരുന്നു പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാന ചോദ്യം. പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ തിരുത്തലിന് തയ്യാറാകണമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഇടതുമുന്നണി ശ്രമിക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് കരുതലോടെ നീങ്ങണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നുണ്ട്. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നടന്ന CPI സമ്മേളനങ്ങളിലെ രാഷ്ട്രീയ റിപ്പോർട്ടുകളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിമർശനപരമായി പരിശോധിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തലസ്ഥാന ജില്ലയിലെ റിപ്പോർട്ട് സർക്കാരിനെ പൂർണ്ണമായും വെള്ളപൂശുകയായിരുന്നു. മന്ത്രി GR അനിലിന്റെ കർശന ഇടപെടലാണ് സമ്മേളനത്തിന് നിരക്കാത്ത തരത്തിലുള്ള അഴകൊഴമ്പൻ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പ്രതിനിധികളുടെ മറ്റൊരു വിമർശനം.